ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. പിന്നെ ഈ കൊല്ലത്തിന്റെ ഏറ്റവും നാടകം അല്ലേ? നാടകം എന്ന് വെച്ചാൽ കൊല്ലം, അച്ഛനെ ഉൾപ്പെടെ നമ്മൾ ഓർമ്മയിലെടുക്കാം. നാടകം എന്ന് കേട്ടാൽ അന്നൊക്കെ നമ്മളൊക്കെ ഉത്സവപ്പറമ്പ് കൊല്ലത്തിന്റെ ഒരു ബാനറില്ല നാടകമില്ല. ഏറ്റവും കൂടുതൽ നാടക കലാകാരന്മാരുള്ള സ്ഥലം കൂടിയാണ്. അച്ഛൻ്റെ ഓർമ്മകളിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ്. അത്തരമൊരു ഓർമ്മകൾ എങ്ങനെയാണ്? നാടക മത്സരത്തിൽ ഞാൻ സജീവമായി പങ്കെടുക്കുമായിരുന്നു. അതെ, അത് കലോത്സവങ്ങളിൽ മാത്രമല്ല, പുറത്തുള്ള മത്സരങ്ങളിൽ ഞാൻ പോകുമായിരുന്നു. ഒരുപാട് സന്ദർഭങ്ങളിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കോളേജ് പഠിക്കുമ്പോൾ 5 കൊല്ലവും ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു. പക്ഷെ ഓരോ മത്സരവും ഓരോ അനുഭവങ്ങളാണ്. അപ്പം അന്ന് നമ്മൾ ഈ പൈസ ഇല്ലല്ലോ, സാമ്പത്തികം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. നമ്മൾ പഠിക്കുന്ന സ്ഥലത്തുനിന്ന് വണ്ടിക്കൂലി തരും, നാടകം കളിച്ചോണ്ട്. അപ്പം ഇവരെ സംഘടിപ്പിക്കുക, റിഹേഴ്സൽ എടുക്കുക, പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുക, മേക്കപ്പ് ഉണ്ടാക്കുക, സംഗീതം ഉണ്ടാക്കുക, റിഹേഴ്സൽ ക്യാമ്പ് ഉണ്ടാക്കുക, ഭയങ്കര ഭീമമായ തുക അന്നത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഞാൻ ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് നാടക മത്സരങ്ങൾ കുതിച്ചുപോയി. ആ രക്ഷകർത്താക്കളും അധ്യാപകരും ആ നാട്ടുകാരും ഓരോ നാടകത്തിൻ്റെ പിന്നിലും പ്രവർത്തിച്ച പ്രവർത്തനം, ഒരു നാടകത്തിനകത്തൊക്കെ ഒരു ചെറിയ പ്രോപ്പർട്ടി എന്തിനവിടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു. നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യ ഭംഗിയാണ്. പ്രോപ്പർട്ടീസ് മാറുന്നു, കാടും മലയാകുന്നു, മല വീടാകുന്നു. ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് അഭിനയിക്കുന്നവർ തന്നെ, അതൊക്കെ സംവിധായകൻ്റെ ബ്രില്യൻസാണ്. ഇങ്ങനെയൊക്കെ ഒരു സംവിധായകനെയും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തിക ഭദ്രതയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതെല്ലാം തട്ടിക്കൂട്ടല്ലേ, വേറെ ഒരു മാർഗവും ഇല്ല. മ്യൂസിക്കിന് മ്യൂസിക് ഇവിടെ, പിന്നെ അഭിനയത്തിന് അഭിനയം, മേക്കപ്പിന് മേക്കപ്പ്, പ്രോപ്പർട്ടീസിന് പ്രോപ്പർട്ടി. എന്താ വേണം? ഒരു പ്രൊഫഷണൽ നാടകത്തിനേക്കാൾ പ്രൊഫഷണലായിട്ട് കുട്ടികൾ വന്ന് ഗംഭീരമായി അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നാടകമായിരിക്കും ഞാൻ പറയുന്നത് ഈ കലോത്സവം കൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡും വ്യത്യാസവും വന്നിരിക്കുന്ന ഒരു കല നാടകം തന്നെയായിരിക്കും. അതെ അതെ, ഏറ്റവും കൂടുതൽ ചെലവേറിയ ഇനവും നാടകമാണ്. നാടകവും ഗ്രൂപ്പ് ഡാൻസും ഏറ്റവും ചിലവ്. മ്യൂസിക്കിനൊക്കെ ഭയങ്കര എമൗണ്ടാണെന്നാണ് ഞാൻ കുറച്ച് കുട്ടികളോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. മ്യൂസിക്കിനൊക്കെ ഭയങ്കര എമൗണ്ടാണ്, പക്ഷെ അത്ര ക്വാളിറ്റിയാണ് നാടകത്തിനൊക്കെ ഉള്ളത് അല്ലേ? അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. മുകേഷ് ഈ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്തു, നമ്മളൊന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ട് അധികം സിനിമ, അതിലും ഈ പറഞ്ഞ മിമിക്രി ലോകം, കഥാപ്രസംഗ ലോകം എല്ലാം, നാടകം എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അത്തരം ഒരു വേഷം ചെയ്യാൻ തന്നെ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ആ സംശുവിൻ്റെ ആ ജീവിതമൊക്കെ പറഞ്ഞു പോയത് അതും ഇതിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു ജയരാജ് വലിയ ഡയറക്ടറാണ്, ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ജീവിതത്തിൽ അവാർഡുകളും അല്ലെങ്കിൽ വലിയ വലിയ മീറ്റിങ്ങുകൾ നമ്മൾ ആദരിക്കലും മാത്രമൊന്നുമല്ല, ചില പരാമർശങ്ങൾ, ചില സംഭാഷണങ്ങൾ, ചില നോട്ടങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം തരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ജയരാജ് അത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ലോകത്ത് കഥാപ്രസംഗ കലയിൽ പ്രവീണനായ ഒരു കാതികൻ്റെ റോളെടുക്കാൻ ഞാനേ ഉള്ളൂ ലോകത്ത്. കാര്യം എന്ന് പറഞ്ഞാൽ മലയാളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി അമിതാഭ് ബച്ചൻ വന്നാലും പറ്റത്തില്ലല്ലോ അപ്പോൾ മലയാള കഥാപ്രസംഗം എടുക്കാൻ. കാര്യം അത് ആ ജീവിച്ച് വന്ന ആ കാലഘട്ടത്തിൻ്റെ നന്മയാണ് നമ്മുടെ മനസ്സിനകത്ത്. വളരെ മരിച്ചാലും നമ്മൾ ഓർക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, കോട്ടയത്ത് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു കഥാപ്രസംഗം മോഹൻലാൽ കാതികനായിട്ട് നിൽക്കുകയാണ്, മ്യൂസിക് ഇൻസ്ട്രുമെൻസും എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു 15 മിനിറ്റ് ഞാൻ ജയരാജിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു 15 മിനിറ്റ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പറയാം. അതിനകത്തൊന്നും എഴുതാനൊന്നും പറ്റത്തില്ല, നമ്മൾ ഹൃദയസ്ഥമാക്കി കാണാതെ പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപ്രസംഗം ആവത്തില്ല, വെറും പ്രസംഗം മാത്രമേ ആവത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് തമാശകൾ വരുന്നു, മറ്റേത് വരുന്നു, ആക്ഷൻ വരുന്നു. അപ്പോൾ അത് ഞാനങ്ങ് ചെയ്തോട്ടെ എന്ന്. അത് അപ്പം ജയരാജ് പറഞ്ഞു അത് തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അവിടെ മുഴുവൻ ഇപ്പം ഈ നോട്ടീസൊന്നും അടിച്ച് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വാട്സപ്പാണ്. മുകേഷിൻ്റെ കഥാപ്രസംഗം ഇന്ന് രാത്രി ഉണ്ടായിരിക്കുന്നതാണ് 7 മണിക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വാട്സപ്പ് കൊടുക്കും. പഴയ പോലെ ആൾക്കാർ കുഞ്ഞുകുട്ടി പരാതിനകത്ത് എല്ലാവരും വന്നങ്ങ് ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ് ജയരാജ ഇത് അപ്പം ഓഡിയൻസിൻ്റെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവർ ഇങ്ങനെ വന്ന് നാലല്ല, അതൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ. 15 മിനിറ്റ് കഥാപ്രസംഗം ഒറ്റ അടിക്ക് പറഞ്ഞു കട്ട്. അതിനകത്ത് മുഴുവൻ കാണിക്കത്തില്ല സിനിമയിൽ, ആവശ്യമുള്ളതേ കാണിക്കത്തുള്ളൂ. ജയരാജൻ്റെ അടുത്ത് ഒന്നോട് പറഞ്ഞു
പല സന്ദർഭങ്ങളിലും സാമ്പൻ ചേട്ടൻ്റെ ഓർമ്മ വന്നു. ഈ കട്ട് ചെയ്യാൻ പറ്റാതെ വന്നു. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആൾക്കാർ പണ്ടും വായിച്ചിട്ടുള്ള ഒരാളാണ്. അവർ പറഞ്ഞു ആദ്യത്തെ 2-3 മിനിറ്റൊക്കെ ഉള്ളൂ മുകേഷ് സാറാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ കഥാപ്രസംഗം നടക്കുന്നതായിട്ട് തോന്നി. ഇതൊക്കെ ഓക്കെ. പോകാനായിട്ട് പോയപ്പോൾ നാട്ടുകാർ പറഞ്ഞു എവിടെ പോകുന്നു, ബാക്കി കഥ പറ. ഞങ്ങൾ വന്നിരിക്കുന്നത് കഥ കേൾക്കാനാണ്, മുഴുക്ക പറഞ്ഞിട്ട് പോയാൽ മതി, ആർക്കറിയാം. അപ്പൊ അതെല്ലാം ഭയങ്കരമായ ആത്മവിശ്വാസം തന്നെ. നമ്മള് ഒരാളിനെ മിമിക്രി ചെയ്യാതെ വെറുതെ ഇമിറ്റേറ്റ് ചെയ്യാതെ അയാളായിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ജനം വീണ്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഒരു പ്രൊമോഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു ജയരാജ് സംഘടിപ്പിച്ച ഇവിടെ ഒരു സ്കൂളിൽ. ഇവിടുത്തെ ഉള്ള 16-17 കാതികന്മാരെ വിളിച്ചു. വസന്തകുമാർ, ഹർഷകുമാർ, അയില ഉണ്ണികൃഷ്ണൻ, അങ്ങനെ പല ആൾക്കാരും വന്നു. അപ്പം അവിടെ ഈ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ ഒരു 10-25 മിനിറ്റ് 3 കഥകളുടെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ അവിടെ കാണിച്ചു കാതികന്മാരുടെ മുമ്പിൽ. ഈ പടത്തിന് വേണ്ടി എടുത്താണ്. അപ്പം ഞാനും ജയരാജ് ഇരിക്കുകയാണ്, ബാക്കിൽ നിന്നൊരു കാതികൻ. ഞാൻ തിരിഞ്ഞു നോക്കുന്നത് ശരിയല്ലല്ലോ, അദ്ദേഹം പറയുന്നു ഓ നമ്മുടെ രംഗത്തേക്ക് ഇദ്ദേഹം വരാതിരുന്നത് നന്നായി, എല്ലാവരുടെയും കഞ്ഞൂടി മുട്ടിപ്പോയത്. ഭയങ്കര അപ്രിസിയേഷനാണത്. ഹർഷകുമാറും അയില ഉണ്ണികൃഷ്ണനും പിന്നെ വസന്തകുമാറൊക്കെ പറഞ്ഞു ഈ ഒരു രീതിയിലെത്താൻ ഞങ്ങൾക്ക് എത്രയോ കാലം വേണ്ടി വന്നു, ഇങ്ങനെ കഥ പറയാൻ, ഇങ്ങനെ ആൾക്കാരെ ഇടിച്ചു കിട്ടാൻ. അതെല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ച ആ വഴിയും എന്നിലുള്ള ആ ഇംപ്രവൈസേഷനും ഒബ്സർവേഷനും കലാകാരനും കൂടെ ചേർന്നിട്ട് നിമിഷ നേരം കൊണ്ട് കാര്യം നമുക്കിതൊന്നും പോയി പഠിച്ചിട്ട് വരാനൊന്നും പറ്റത്തില്ലല്ലോ. അതെ അതെ. അപ്പോൾ അതെല്ലാം തന്നെ ജീവിതത്തിൽ ഭയങ്കരമായ കാതികൻ എന്ന് പറഞ്ഞ സിനിമയെ അത് ഗംഭീരമായ അഭിപ്രായമാണ്. അതൊരു കൊമേഴ്ഷ്യൽ സിനിമ. അപ്പോൾ അത് ജനകീയമായിട്ട് എല്ലാവരും കാണണമെന്നൊന്നുമില്ല. പക്ഷെ എന്നും നമുക്ക് അങ്ങനെ ഒരു സിനിമ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സിനിമ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇപ്പം 2 സിനിമാ താരങ്ങൾ ഉണ്ട്. ഇപ്പൊ ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കാണ്, 2 സിനിമാ താരങ്ങളാണ്. ഇനി നിങ്ങളുടെ ഒരു യാത്ര വളരെ ശ്രദ്ധിക്കും ഞങ്ങളെല്ലാവരും. നിങ്ങൾ എങ്ങനെ സിനിമയിലേക്ക് വരും, ഇനി ആരൊക്കെ സിനിമയിലേക്ക് വരും, അതൊക്കെ എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി സിനിമ അഭിനയം കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ടോ ഇനി സിനിമ MLA എന്നുള്ള നിലയിൽ സിനിമ അഭിനയിക്കാം. സിനിമ അഭിനയിച്ച് തന്നെ ആവണം. ആദ്യം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് സിനിമ അഭിനയിക്കണം. കാരണം സിനിമ അഭിനയിക്കാതിരുന്നാൽ 140 MLA-മാരിൽ ഒരു MLA ആയി മാറണം. സിനിമ അഭിനയിക്കുന്നതുകൊണ്ടാണ് കലാകാരനായ MLA ആകുന്നത്. അതുകൊണ്ട് അത് വിടരുത്. പക്ഷെ അത് മാക്സിമം നമ്മൾ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ വിടുന്നുണ്ട്. എന്നാലും നല്ല സിനിമകൾ നോക്കി ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഗണേശൻ മന്ത്രിയായതുകൊണ്ട് അത്രമാത്രം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെ അതെ, മന്ത്രിക്ക് കൂടുതൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് 24 മണിക്കൂറും ഈ 2.5 കൊല്ലം നല്ല പണിഞ്ഞെങ്കിൽ മാത്രമേ ഗണേശൻ എന്നുള്ള ആ ഒരു സ്റ്റാമ്പ്, ആ ഒരു മുഖം ആളുകൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇനി സമയം കിട്ടി എത്രമാത്രം വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ തൽക്കാലം സിനിമ അഭിനയിച്ച് തന്നെയാവണം. സിനിമ മാത്രമല്ല TV അതേ കണക്കുള്ള കാര്യം കലാപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. ഈ ബഡായി ബംഗ്ലാവ് നിന്ന് പോയിരുന്നല്ലോ. അപ്പോൾ ഞാൻ പിഷാരിയുടെ അടുത്ത് ഇന്റർവ്യൂ ചോദിച്ചായിരുന്നു. പിഷാരി പറഞ്ഞ ഒരു രസകരമായ പറയുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ സിനിമ റിലീസാണ്, അന്ന് ഞാൻ വേറെ സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു. അത് എൻ്റെ ഒരു മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടായത്. പിഷാരിന്റെ സിനിമ സംവിധാനം ചെയ്ത സിനിമ റിലീസ്, അന്ന് പോയിരിക്കുന്ന വേറെ സിനിമക്കാരെ വിളിച്ച് പ്രൊമോഷൻ നടത്താം. അന്ന് തൊട്ട് എൻ്റെ ഒരു മനസ്സിൽ വല്ലായ്മ വന്നു. പിഷാരിന്റെ എന്നോട് കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. അതെന്താണ് ആ ഒരു അതിൻ്റെ ഒരു ഇത്? അത് എല്ലാവർക്കും അവരുടെ സിനിമ എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. അതെ അതെ, എല്ലാം അതിനകത്ത് അർപ്പിച്ചിട്ടുള്ള ഒരെണ്ണം ആണ്. ആ സമയത്ത് അതിനെ വിട്ടിട്ട് വേറൊരു സിനിമയ്ക്ക് വേണ്ടി ഇത് കാണും, മറ്റേത് കണ്ടില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നതിന് തുല്യമാണല്ലോ. അപ്പൊ അത് നാച്ചുറലായിട്ട് പിന്നെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിനകത്തൊക്കെ ഒരു എന്താ പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ മറ്റുള്ള സിനിമകളിൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നത് നമ്മൾ കാശ് മേടിച്ചിട്ടാണ്. ഇപ്പൊ ബഡായി ബംഗ്ലാവിനകത്ത് നമുക്ക് ശമ്പളമുണ്ട്. അപ്പൊ ജോലിയുടെ ഒരു ഭാഗം അങ്ങനെ ജോലിയായിട്ട് കണക്കൂട്ടിയാൽ ഇമോഷൻ അതിനകത്ത് കൊണ്ടുവരാൻ കാര്യമില്ല. എന്തായാലും കൊല്ലത്തേക്ക് ആളുകൾ ഒഴുകിയെത്താണ്. കൊല്ലത്തേക്ക് ഒഴുകിയെത്താനുള്ള ആളുകളെടുത്ത് ഇനി എന്താണ് പറയാനുള്ളത്? അല്ല, എല്ലാവരും മാക്സിമം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് പുറത്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാവോ. ഇപ്പോൾ നാടക മത്സരം തന്നെ നമ്മൾ സാധാരണ നാടക മത്സരം കാണുന്നത് പോലെയല്ല. ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഒന്ന്
ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അപ്പോൾ കൈയടിക്കുക. അപ്പോൾ ആ സമയത്ത് അവനുണ്ടാകുന്ന ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഭയങ്കര ഉണർവ് അത് കൊല്ലംകാർ 100% കൊണ്ടുപോകുന്നുണ്ട്. അത് തീരുന്നത് വരെ എല്ലാ ഐറ്റത്തിനും നമ്മൾ നിർലോഭം അവരെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പെർഫോമൻസ് അവരിൽ നിന്നും വരും. ഡെഫിനറ്റ്ലി. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ഈ സമയത്ത് ഈ തിരക്കിനിടയ്ക്ക് നമ്മളോട് സഹകരിച്ചതിന്. ഈ പറഞ്ഞതുപോലെ കലോത്സവത്തിന് വേദിയിലേക്ക് ഒഴുകിയെത്തുന്നു, ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം നടക്കുന്നു. നാടകം ഞാനും ഇന്നലെ കണ്ടതാണ്. ഈ മുകേഷേട്ടൻ പറഞ്ഞതുപോലെ ഗംഭീരമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ മത്സരവും ഗംഭീരമാണ്. നാടകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഒത്തിരി സന്തോഷം.